السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد. ഏറെ ബഹുമാനമുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഏതൊരു വിശ്വാസിയുടെയും മനസ്സിൻ്റെ അകതാരിലേക്ക് സന്തോഷവും ആനന്ദവും ആഹ്ലാദവും അതിലുപരി പ്രതീക്ഷയും നൽകുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ജീവൻ്റെ ജീവനാകുന്ന നമ്മുടെ മാർഗദർശിയും നമ്മുടെ വഴികാട്ടിയും ആ വിശ്വപ്രവാചകൻ്റെ വിശുദ്ധ ജന്മവും അവിടുത്തെ ജീവിതത്തിലെ സംഭവബഹുലമായ പല അനർഘങ്ങളായ സംഭവങ്ങളും അതോടൊപ്പം അവിടുത്തെ വഫാത്തും ഒക്കെ നമുക്ക് നൽകിയ വിശുദ്ധമായ റബീഉ വസന്തത്തിൻ്റെ സുഹൃതകാലം വെളിപ്പാടകല വന്നു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ, അതോടൊപ്പം കേരളത്തിനെ എന്ന് മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തെ എന്നല്ല, ലോകത്തെ തന്നെ നടുക്കത്തിലും ഞെട്ടലിലും അകപ്പെടുത്തുന്ന വിധത്തിൽ വയനാട് ദുരന്തത്തിൻ്റെ ആ ആഘാതം വിട്ടുമാറാത്ത ഈ സന്ദർഭത്തിൽ തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പ്രഭാകിരണം എന്ന പേരിൽ ഒരു ഇസ്ലാമിക ദഅവത്ത് നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടെ ജനങ്ങളിലേക്ക് ദഅവത്തിൻ്റെ പുതിയ മാർഗങ്ങൾ, പുതിയ സംവിധാനങ്ങൾ, അള്ളാഹു നൽകുന്ന ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ വിശുദ്ധ മാർഗത്തിൻ്റെ വിശുദ്ധമായ തൗഹീദിൻ്റെ ദഅവത്ത് ഏറ്റെടുത്ത് അത് മറ്റുള്ളവരിലേക്ക്, പ്രേക്ഷകരിലേക്കും അതുപോലെ തന്നെ അഭ്യുദയകാംക്ഷികളായ ആളുകളിലേക്കും സ്വമനസ്സുകളിലേക്കും എത്തിക്കുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടെ ഒരു മഹത്തായ ഒരു സംരംഭത്തിന് ഞങ്ങളിവിടെ തുടക്കം കുറിക്കുകയാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ പിന്തുണയും സഹകരണങ്ങളും വേണ്ട വിധത്തിലുള്ള പ്രചാരങ്ങളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടെ അല്ലാഹു തആല എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നന്മ പ്രവർത്തനങ്ങൾക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ, ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. നീ കാരണത്താൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നന്മയുടെ വാതായനത്തിലേക്ക് തുറന്നു വരികയാണെങ്കിൽ, നന്മയുടെ ഒരു ഓരം ചാർന്ന് വരാൻ നീ നിമിത്തമാവുകയാണെങ്കിൽ, ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ലോകവും ഈ ലോകത്തുള്ള സർവസ്വവും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായ കാര്യമാണ് അത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത അവിടുത്തെ അനുഗ്രഹീത നാവ് കൊണ്ട് നമ്മെ അറിയിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഇൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ഒരാൾക്ക് ഇരുലോക ജീവിതത്തിൽ നന്മ വേണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനെ ദീനിൻ്റെ വിഷയത്തിൽ അവനെ പാണ്ഡിത്യമുള്ളവൻ, അറിവ് നേടുന്നവനാക്കി മാറ്റും എന്നാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സലക ത്വരീഖൻ ഫീ തലബിൽ ഇൽമ് പഠിക്കുക, ദീനിൻ്റെ കാര്യങ്ങൾ അറിയുക, പഠിക്കുക എന്ന മാർഗത്തിന് വേണ്ടി ഒരാൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ സഹ്ഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയെ അള്ളാഹു താല അവനക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ താളുകൾ പരതിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ കലാമിലൂടെ ലോകത്തിൻ്റെ മുന്നേ വിളംബരം ചെയ്യുന്നുണ്ട്. എന്താ അള്ളാഹു പറയുന്നത്? ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബിയെ, തങ്ങൾ വിളംബരം ചെയ്യുക, നിങ്ങൾ ജനങ്ങളെ അറിയിക്കുക നബിയെ, അറിവുള്ള ആളുകളും അറിവില്ലാത്ത ആളുകളും സമന്മാരാണോ? ഒരിക്കലും അല്ലല്ലോ. അറിവോടുകൂടെ അറിഞ്ഞുകൊണ്ടൊരു പ്രവർത്തനം ചെയ്യുന്നതും അറിയാതെ ഏതെങ്കിലുമൊക്കെ രൂപത്തിലൊരു പ്രവർത്തനം, ഉദാഹരണമായിട്ട് നിസ്കാരം തന്നെ എടുത്തു നോക്കിയാൽ, അറിഞ്ഞുകൊണ്ട് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ, അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ തത്വങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരാൾ നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന ആ മനസ്സിൻ്റെ കുളിരും ആ പ്രതിഫലവും ആ ശ്രേഷ്ഠതയും ആ മഹത്വവും അതിനെക്കുറിച്ചൊന്നും അറിയാതെ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഒരു ചടങ്ങ് രൂപത്തിൽ ചെയ്ത് നിർവഹിക്കുമ്പോൾ അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ഒരു താല്പര്യം ഉണ്ടാവില്ല, മനസ്സിനൊരു സന്തോഷം ഉണ്ടാവില്ല, ഒരാഗ്രഹം ഉണ്ടാവില്ല, അതോടൊപ്പം അതിന് മഹത്വമോ ശ്രേഷ്ഠതയോ പ്രതിഫലമോ ഉണ്ടാവില്ല.
നമുക്കറിയാമല്ലോ. അതാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതും തുല്യമാകുമോ, അവർ സമന്മാരാകുമോ എന്ന്. മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഇടങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പഠിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഇദാ മാത്തൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇൻഖതഅ അൻഹു കുല്ലുഹു, അവനിൽ നിന്ന് എല്ലാം അവനിൽ നിന്ന് മുറിയും. അവൻ്റെ സമ്പാദ്യമായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ അവനോട് വിട പറയും. ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവൻ്റെ സമ്പാദ്യമായിട്ട് എന്തൊക്കെയുണ്ടോ, സമ്പത്തുണ്ടോ, ശരീരമുണ്ടോ, വസ്ത്രമുണ്ടോ, ജോലിയുണ്ടോ, എന്തെല്ലാം വാഹനങ്ങളുണ്ടോ, അമ്പരച്ചുംബി പോലെയുള്ള കൊട്ടാര സമാനമായ വീടുകൾ ഉണ്ടാകാം, ഫ്ലാറ്റുകൾ ഉണ്ടാകാം, ഒരുപാട് നിർമ്മിതികൾ ഉണ്ടാകാം, അതെല്ലാം അവനോട് വിട പറയും. അവൻ്റെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മുഴുവനും അവനോട് വിട ചൊല്ലും. പിന്നെ അവനുമായിട്ട് അതിനൊന്നൊരു ബന്ധം ഉണ്ടാവില്ല. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങളൊഴികെ എന്ന് ഹബീബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് അമലുൻ സ്വാലിഹുൻ, അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ. ഇൽമുൻ യുന്തഫഉ ബിഹി, അവനക്ക് ഉപകരിക്കുന്നതായിരിക്കുന്ന ഇൽമു പഠിച്ചാൽ, ഉപകാരപ്രദമായ നിലക്ക് ഇൽമു പഠിച്ചാൽ, ഇത്തരം പഠന മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അറിവ് നേടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മരണാനന്തരം അതൊക്കെ ഉപകരിക്കുമെന്നാണ്. മാത്രമല്ല വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി, പിതാവിന് വേണ്ടി, അല്ലെങ്കിൽ ആ മനുഷ്യന് വേണ്ടി ഖൈറായി അനുകൂലമായി പ്രാർത്ഥിക്കുന്ന സാലിഹീങ്ങളായ മക്കൾ, ഇതും നാളേക്ക് ഉപകരിക്കുമെന്ന്. ആ ഉപകാരം നാളേക്ക് ഉപകരിക്കുന്ന, ഈ ലോകത്ത് അന്തസ്സോടെ ജീവിക്കാൻ ഉതകുന്ന ഈ പ്രവർത്തനം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവിധ മനസ്സു തുറന്ന പിന്തുണയും സഹായ സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച്, അതോടൊപ്പം വിശുദ്ധമായ റബീഉൽ അവ്വലിനെ നാം വരവേൽക്കാനിരിക്കുകയാണല്ലോ. മുത്തുനബിയുടെ ജീവിതത്തിലെ അനർഘങ്ങളായ നിമിഷങ്ങളെ നമുക്ക് കൂട്ടമായിട്ട് പങ്കുവെക്കുമ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദം, ഒരു റബീഉ, ഒരു വസന്തം, അതൊന്ന് വേറെ തന്നെയാണല്ലോ. അതും കൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിനൊക്കെ പുറമെ വയനാട്ടുകാർ വല്ലാത്ത ദുരന്തത്തിലാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വയനാട്ടുകാരെന്തെങ്കിലും ചെയ്തത് കൊണ്ടാവില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യരുടെ കരങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ പ്രതിഫലമായി, തിക്തഫലമായിട്ട് ഭൂമിയിലും കരയിലും കടലിലും ഫസാദ്, നാശങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എന്ന്. ആ അള്ളാഹുവിൻ്റെ കോപമിറങ്ങിയതാണ്. വയനാട്ടുകാരോ അല്ലെങ്കിൽ അവിടെ പരിസരത്തുള്ളവരോ എന്തെങ്കിലും തമ്മാടിത്തരം ചെയ്തതിൻ്റെ പേരിലല്ല, അവർ അതിന് ഇരയായി എന്ന് മാത്രം. അവർക്ക് അള്ളാഹു ശുഹദാഇന്റെ പ്രതിഫലം നൽകും. അവർക്ക് അള്ളാഹു വലിയ ഉത്തമമായതായിരിക്കുന്ന സ്ഥാനങ്ങളും പ്രതിഫലങ്ങളും അള്ളാഹു കാഴ്ചവെക്കാനിരിക്കുകയാണ്, സമ്മാനിക്കാനിരിക്കുകയാണ്. പക്ഷേ നമ്മെപ്പോലെയുള്ള അവശേഷിക്കുന്ന നമുക്കൊക്കെ അള്ളാഹു പാഠമായി നൽകിയതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, 3 വിഭാഗം ആളുകൾ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൻ്റെ അർശിൻ്റെ നിഴൽ ലഭിക്കുന്ന വിഭാഗമാണ്. 3 കൂട്ടർ അള്ളാഹുവിൻ്റെ അർശിൻ്റെ നിഴൽ, ഒരു നിഴലുമില്ലാത്ത, ഒരു തണലുമില്ലാത്ത നാളെ മഹ്ശറാവൻ സഭ, ചെമ്പിൻ്റെ പ്രതലത്തിൽ മനുഷ്യരെ നൂൽബന്ധമില്ലാതെ പൂർണ്ണനഗ്നരായി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശർ. ഇന്ന് കാണുന്ന സൂര്യൻ എത്രയോ കാതങ്ങൾക്കപ്പുറത്തുദിച്ചു നിൽക്കുന്ന ആ സൂര്യൻ്റെ ഗോളം 7 മുഖങ്ങളിൽ നിന്ന് അതിൻ്റെ 7-1 ഭാഗമാണ് ഇന്ന് ഭൂമിയിലേക്ക് ഉദിക്കുന്നുള്ളൂ. അതിൻ്റെ 7 മുഖങ്ങളും ഒന്നിച്ചൊരുമിച്ചു കൂടിയ ആ വലിയ തീഗോളം നാളെ മഹ്ശറിൽ നമ്മുടെ ഒരു ചാൺ മുകളിൽ വന്ന് ഉദിക്കുകയും അതുകൊണ്ട് ചൂടായി പഴുത്ത ഈ ചെമ്പിൻ്റെ പ്രതലത്തിലൂടെ ചൂട് പൊങ്ങുകയും, അങ്ങനെ വിയർത്തിലും മുങ്ങിക്കുളിച്ചുകൊണ്ട്, വിയർപ്പൊലിച്ചുകൊണ്ട് മുങ്ങിക്കുളിച്ചുകൊണ്ട്, ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടെങ്കിൽ എത്ര നന്നായിരുന്നു, നരകത്തിലേക്കെങ്കിൽ നരകത്തിലേക്ക്, ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് റബ്ബിനോട് കേഴുമ്പോൾ അവിടെ യാതൊരു അത്താണിയുമില്ലാതെ, ഒരു നിഴലുമില്ലാതെ, ഒരു അഭയവുമില്ലാതെ, ഒരു രക്ഷയുമില്ലാതെ, ഒരു സഹായവുമില്ലാതെ അവിടെ നമ്മളൊക്കെ കെഞ്ചുമ്പോൾ കേഴുമ്പോൾ 3 വിഭാഗം ആളുകൾക്ക് അള്ളാഹു അവൻ്റെ അർശിൻ്റെ നിഴൽ, എയർ കണ്ടീഷൻ സംവിധാനമുള്ള പന്തലിലേക്ക് കൊണ്ടുപോയിട്ട് അള്ളാഹു ആദരിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. മൻ അഹ്യാ സുന്നത്തി, എൻ്റെ സുന്നത്തുകൾ ഇഹ്യാ ചെയ്തവർ, എൻ്റെ സുന്നത്തുകൾ, എൻ്റെ ചര്യ, എൻ്റെ ജീവിതത്തിൻ്റെ ശൈലി അനുധാവനം ചെയ്തവർ, ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും സുന്നത്ത് കൈവടിയാതെ ജീവിതം മുന്നോട്ട് നയിച്ചവർ. വമൻ അക്സറു അലയ്യ സ്വലാത്തൻ, എൻ്റെ മേൽ ധാരാളമായി സ്വലാത്ത് വർദ്ധിപ്പിച്ചവർ. അതോടൊപ്പം തന്നെ മുത്തുനബി പറഞ്ഞത് മൻ നഫ്ഫസ ഖുർബത അഖീഹി, 3ാമത്തെ വിഭാഗം തൻ്റെ കൂട്ടുകാരൻ്റെ പ്രയാസം തീർക്കുന്നതിൽ പങ്കുചേർന്നവൻ എന്നാണ്.
വയനാട്ടുകാർ പ്രയാസപ്പെടുമ്പോൾ, ദുരന്തത്തിലകപ്പെടുമ്പോൾ, നാളെ ആ ദുരന്തം മറ്റൊരു രൂപത്തിൽ നമ്മയും പിടികൂടിയേക്കാം എന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ, അതിനധികം താമസമില്ല, അള്ളാഹുവിനധികം പണിയില്ല എന്ന തിരിച്ചറിവോടുകൂടെ ദുരന്തത്തിലകപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാനും അവരുടെ കൂടെ നിൽക്കുവാനും അവർക്ക് ആശ്വാസം നൽകുവാനുമുള്ള പ്രവർത്തനങ്ങളിൽ മുന്നേറുമ്പോൾ അള്ളാഹു അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് സംരക്ഷണം നൽകും. ഈ സന്ദർഭത്തിൽ ഈ നന്മകളൊക്കെ വയനാട്ടുകാർക്ക് വേണ്ടി അവരെ അനുസ്മരിച്ചുകൊണ്ട് അവർക്കുണ്ടായ ഈ ദുരന്തത്തിൽ ദുഃഖവും ഖേദവും അനുശോചനവും അതിനൊക്കെ പുറമെ അവരോടുള്ള ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ ഈ മഹത്തായ സംരംഭം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അള്ളാഹു ഇത് വിജയിപ്പിക്കുമാറാവട്ടെ. ഖൈറായ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു അവൻ്റെ പൊരുത്തവും മുത്തുനബിയുടെ മഹബത്തും നൽകി അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.